ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധി ഗൗതമിൻ്റെ വീട്ടിൽ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അങ്ങ് ഒരുങ്ങാണ്. അങ്ങനെ അവിടെ വേലക്കാരി കൂടി ഉണ്ടാവും കേട്ടോ. വേലക്കാരി നിധിയോട് പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ എൻ്റെ ജോലിയാണ്, ഞാനാണ് ഇവിടെ ഇതൊക്കെ ചെയ്യാറ് എന്ന് പറയുമ്പോൾ നിധി പറയാണ്, അതിനെന്താ, എന്നെ സഹായിച്ചാൽ മതി, ഞാനിവിടെ പണിയെടുക്കുന്നുണ്ട് എന്ന് കരുതി നിൻ്റെ ജോലി ഒരിക്കലും പോവില്ല. എനിക്കറിയാം ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. ഒരു കുടുംബം നോക്കി നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് നിൻ്റെ ജോലി ഒരിക്കലും പോവില്ല, നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ നിധി ആ വേലക്കാരിയോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ പെരുമാറുന്നത്. അപ്പോൾ വേലക്കാരി പറയുന്നുണ്ട്, വസുന്ധരാമ എങ്ങാനും ഇത് കണ്ടാൽ എൻ്റെ ജോലി പോവുമെന്ന് പറയുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ജോലി ഒന്നും പോവില്ല എന്നൊക്കെ പറയുമ്പോൾ പാറു അമ്മയ്ക്കും നല്ല സ്വഭാവമാണ്, അതേപോലെ തന്നെയാണ് ചേച്ചിയുടെ സ്വഭാവം. ഗൗതം സാറിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് എന്നൊക്കെ അങ്ങ് പറയാണ് നിധിയോട് ആ വേലക്കാരി. അപ്പോഴാവും അവിടേക്ക് പാറു അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ പാറു ചോദിക്കുക, എന്താ മോളെ, നീ എന്താ ഇവിടെ എടുക്കുന്നത്, നീ ഒന്നും ചെയ്യേണ്ട ഈ ജോലികളൊന്നും, ഇതൊക്കെ ഞാനും ഇവളും കൂടിയാണ് ചെയ്യാറ് എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മേ, എനിക്ക് കൂടി ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നതും എന്നൊക്കെ അങ്ങ് പറയട്ടോ. അങ്ങനെ പാറു നിധി ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ നിധിയോട് പറയാണ്, നീ ഇത്ര കുറഞ്ഞ നേരം കൊണ്ട് ഇത്രയും അധികം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി, വസുന്ധരയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുന്നത് നല്ല സന്തോഷമാണ്. അതുകൊണ്ട് മോളുണ്ടാക്കിയ ഭക്ഷണം വസുന്ധരയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വസുന്ധര നിന്നെ സ്നേഹിച്ചു തുടങ്ങും, പതിയെ പതിയെ നിന്നോടുള്ള ആ വെറുപ്പൊക്കെ അവൾക്ക് മാറിക്കോളും. അതുകൊണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ വസുന്ധരയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ അങ്ങ് പാറു നിധിയോട് പറയണം കേട്ടോ. അങ്ങനെ നിധിയോട് ചോദിക്കുന്നുണ്ട് പാറു, ഇതെന്താ, ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് പുതിന ചട്നിയാണ് എന്നങ്ങ് പറയുമ്പോൾ ആ ഗൗതമിന് ഭയങ്കര ഇഷ്ടമാണ് പുതിന ചട്നി. എന്തായാലും ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ എന്നങ്ങ് പാറു നിധിയെ അങ്ങ് കളിയാക്കാൻ കേട്ടോ. അപ്പോൾ പാറുവിനോട് നിധി പറയും, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ പാറു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രവീണും യാമിനിയും ഗോപിനാഥും ഒക്കെ അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ പാറു എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം തന്നെ നിധിയുടെ വകയാണ് എന്ന് പറയുമ്പോൾ ഏട്ടൻ കഴിച്ചോ എന്നങ്ങ് പ്രവീൺ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, കഴിച്ചിട്ടില്ല, ഇപ്പോൾ വരും ഗൗതം എന്ന് പറയുമ്പോൾ എങ്കിൽ ഒരു കാര്യമുണ്ട്, എന്തായാലും ഏട്ടനും ഏട്ടത്തിയും ഇപ്പോൾ ചെറുതായിട്ടൊരു പിണക്കത്തിലല്ലേ, ആ പിണക്കമൊന്ന് മാറ്റണ്ടേ, അതിന് ഭക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങും. ഏട്ടത്തിയും ഏട്ടനും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് അവരുടെ പിണക്കമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് മതി നമുക്ക് കഴിക്കാം, നമുക്കങ്ങ് മാറി നിൽക്കാം അമ്മേ എന്നങ്ങ് പ്രവീൺ പറയാൻ കേട്ടോ. അങ്ങനെ പ്രവീൺ പറഞ്ഞത് ഒരു നല്ല ഐഡിയ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവരവിടുന്ന് 4 പേരും അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ വസുന്ധര കഴിച്ചിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുന്നു കേട്ടോ ഗോപിനാഥ്. ഇല്ല, കഴിച്ചിട്ടില്ല, ഇവരുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് വസുന്ധരയെ വിളിക്കാം, നമുക്ക് ഇവിടെ മറഞ്ഞു നിന്ന് ഇവരെന്തൊക്കെയാണ് കാട്ടുന്നത് എന്ന് നോക്കാം എന്നും പറഞ്ഞിട്ട് പാറു അവിടെ ഇരിക്കുന്ന കൈ തുടക്കുന്ന ആ ഒരു ടർക്കി കൂടി അങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവർ 4 പേരും കൂടി അവിടെ മാറി നിന്നിട്ട് ഗൗതമും നിധിയും കാട്ടുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. അങ്ങനെ ഗൗതം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വേലക്കാരി കൂടി ഉണ്ടാവും. എന്നിട്ട് വേലക്കാരിയോട് പറയാണ്, എന്നാൽ എനിക്ക് ഭക്ഷണം വിളമ്പിയേക്ക് എന്ന് ഗൗതം പറയും. ഗൗതം സാറിനുള്ള ഭക്ഷണമൊക്കെ ചേച്ചി എടുത്തു തരും എന്നും പറഞ്ഞിട്ട് വേലക്കാരി അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ നിധി ഗൗതമിന് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇഡ്ഡലി മതി എനിക്ക് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ ചട്നികളെല്ലാം തന്നെ നിധി ഉണ്ടാക്കിയ ചട്നികളൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ ഗൗതം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇന്നത്തെ ഭക്ഷണത്തിനൊക്കെ എന്താ ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് തരം പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയണം. അപ്പോഴാവും വേലക്കാരി അങ്ങ് വരികയാണ്. എന്നിട്ട് വേലക്കാരിയോട് ചോദിക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഭക്ഷണമൊക്കെ, എന്താ സ്പെഷ്യലായിട്ടാണോ ഉണ്ടാക്കിയത് എന്നൊക്കെ അതിന് ഞാനല്ല എന്നങ്ങ് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നിധി പറയണം, മിണ്ടരുത് എന്നങ്ങ് ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം തന്നെ നീ തന്നെ ഉണ്ടാക്കി എന്നങ്ങ് കരുതിക്കോട്ടെ, നീ ഒന്നും പറയണ്ട എന്നങ്ങ് കണ്ണുകൊണ്ട് കാണിക്കുകയാണ്.
അങ്ങനെ വേലക്കാരിക്കൊന്നും പറയാൻ പറ്റാതെ വേലക്കാരി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഒരു ഇഡ്ഡലി മതി എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഭക്ഷണം, പ്രത്യേകിച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പുതിന ചട്നി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി തന്നേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ വേലക്കാരി അങ്ങ് പറയാണ്, ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയത് ഈ ചേച്ചിയാണ്, ഇന്നത്തെ സ്പെഷ്യലാണ്, എല്ലാ ഫുഡുകളും ഈ ചേച്ചിയുടെ വകയാണെന്നങ്ങ് പറയും. ഗൗതം പെട്ടെന്ന് അങ്ങ് പതറാണ് കേട്ടോ. ഞാൻ തന്നെ എല്ലാ ഭക്ഷണവും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, അത് നിധിയാണ് ഉണ്ടാക്കിയത് അല്ലേ, ഇനിയിപ്പോൾ തിരുത്താനും പറ്റില്ലല്ലോ എന്നങ്ങ് ഗൗതം മനസ്സിലങ്ങ് കരുതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവർ 4 പേരും കൂടി ഗൗതമും നിധിയും സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവർ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കണ്ടില്ലേ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഗുണമൊക്കെ പറയുന്നത് കേട്ടില്ലേ ഏട്ടൻ എന്ന് പ്രവീൺ പറയാണ്. അപ്പോൾ എന്തായാലും ഈ ഭക്ഷണം കഴിച്ചതോടുകൂടി ഏട്ടൻ്റെ ചെറിയതായിട്ടുള്ള ആ ഗൗരവമൊക്കെ ചേച്ചിയോട് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ യാമിനി കൂടി അങ്ങ് പറയാണ്. അപ്പോൾ നിധി ഗൗതം വന്ന ഉടനെ തന്നെ ഗൗതമിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഒരു ഇഡ്ഡലി മതി എനിക്ക് എന്നൊക്കെ ഗൗരവത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഗൗതം നിധിയോട് പറയുന്നത്. അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്, ഇതുകൂടെ ഇട്ട് എന്നൊക്കെ നിധി ഗൗതമിനോട് ചോദിക്കുമ്പോൾ, ഞാനേ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനല്ല പോകുന്നത്, ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് വയറ് നിറച്ചൊന്നും കഴിക്കാൻ പറ്റില്ല, നിനക്കൊക്കെ ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ എന്ന് നിധിയെ ഒന്ന് കുത്തിയിട്ട് തന്നെ ഗൗതം ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾട്ടോട് നിൽക്കുന്ന പ്രവീണും യാമിനിയും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ മനസ്സിൽ, എന്താ ഈ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഈ ഏട്ടന് നല്ലപോലെ ഒന്ന് സംസാരിച്ചൂടെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഗൗതം അറിഞ്ഞപ്പോൾ മനസ്സോടെ നിധിയോട് ഗൗതം പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഭക്ഷണം, എന്തായാലും നന്ദിയുണ്ട് ഇത്രയ്ക്ക് ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് എന്നൊക്കെ അങ്ങ് പറയട്ടോ. എന്നിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് എണീക്കുകയാണ്. അപ്പോൾ കൈ കഴുകിയ ശേഷം ഇവിടെയുള്ള ടർക്കി എവിടെ, കൈ തുടയ്ക്കണ്ടേ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഗൗതമിന് ടർക്കി ഇല്ല എന്ന് കാണുമ്പോൾ നിധി തന്നെ നിധിയുടെ സാരിയുടെ തലപ്പങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ തുടച്ചോളൂ എന്നങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മടിയോട് കൂടി തന്നെ ഗൗതം ആ സാരിയുടെ തല അങ്ങ് വാങ്ങാണ്ട് ഒരു തുമ്പ് വാങ്ങിയ ശേഷം കൈയും മുഖവും ഒക്കെ അങ്ങ് തുടക്കുകയാണ്. അപ്പോൾ നിധിയെ ഇങ്ങനെ ഗൗതം നോക്കുന്നുണ്ട്, നിധിയും ഗൗതമിനെ കണ്ണോട് കണ്ണ് നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ചെറുതായിട്ടൊക്കെ ഒന്ന് അലിഞ്ഞു തുടങ്ങുകയാണ്. ഗൗതമിന് നിധിയോടുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് അലിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താവും ഗൗതമിന് പെട്ടെന്നൊരു കോള് വരികയാണ്. അങ്ങനെ ആ കോൾ എടുത്തുകൊണ്ട് തന്നെ ഗൗതം പുറത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും പ്രണവും ഗോപിനാഥും പാറുവും കൂടി അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വന്നിട്ട്, കണ്ടില്ലേ ഗൗതം ഒരു ഇഡ്ഡലിയെ കഴിക്കാറുള്ളൂ, ഇപ്പം കണ്ടില്ലേ അവന് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിൻ്റെ ഭക്ഷണവും നിൻ്റെ കൈപ്പുണ്യവും ഒക്കെ, അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ദേഷ്യമൊക്കെ എത്രയും പെട്ടെന്ന് മാറും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പാറു അങ്ങ് പറയട്ടെ. അപ്പോൾ പ്രണവ് പറയാണ്, ഇതെല്ലാം എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ഐഡിയ ആണ് എന്നൊക്കെ യാമിനി പറയാണ്, ഏട്ടത്തിക്ക് ഇനി വഴിയെ ഞങ്ങൾ എല്ലാ ഐഡിയകളും പറഞ്ഞു തരാം, എൻ്റെ പക്കലുമുണ്ട് ഒരുപാട് ഐഡിയകൾ എന്നങ്ങ് പറയുമ്പോൾ പാറു പറയാണ്, നീ എന്താടി എൻ്റെ മരുമകളെ അങ്ങനെ ബുദ്ധിയില്ലാത്തവളൊന്നും ആക്കണ്ട, എൻ്റെ മരുമകളുടെ കയ്യിലും ഉണ്ട് ഒരുപാട് ഐഡിയകളും ബുദ്ധിയും എല്ലാം തന്നെ, അതുകൊണ്ട് അവർക്കുള്ള ഐഡിയ ഒക്കെ അവർ തന്നെ എടുത്തോളും, നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട എന്നൊക്കെ അവരങ്ങ് 5 പേരും കൂടി സംസാരിച്ച് സന്തോഷത്തോടു കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചിരിക്കാൻ കേട്ടോ. അപ്പോഴും നിധിയുടെ മനസ്സിൽ ചെറിയൊരു വിഷമം പോലെയുണ്ട്, ഗൗതമിന് എന്നോടുള്ള ആ ദേഷ്യം അങ്ങ് പൂർണ്ണമായിട്ടും അകന്നിട്ടില്ല എന്നുള്ളതും, എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഇപ്പോൾ എന്തെടുക്കുകയാവും, അവരെ ഇപ്പോൾ അപ്പച്ചി ഉപദ്രവിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചിന്തയും ആ ഒരു സങ്കടമൊക്കെ നിധിയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടാവും. പിന്നീട് ശിവാനിയാണെങ്കിലോ അമല് വല്ലാതെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശിവാനിയുടെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ ഓരോ ദിവസമായിട്ട് എടുത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, ഇന്നലെ തന്ന ആഭരണം ഇനി എന്ത് ചെയ്തു, അതെല്ലാം വിറ്റിട്ട് ഇത്രയും കുറച്ച് പൈസയൊന്നും കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല, അതുകൊണ്ട് ഇനി സ്വർണം വിൽക്കാൻ പോകുമ്പോഴാണെങ്കിലും പണയപ്പെടുത്താൻ പോകുമ്പോഴാണെങ്കിലും നിൻ്റെ കൂടെ ഞാനും കൂടി വരും, എന്നിട്ട് എൻ്റെ പൈസ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അമല് പറയണം, അതിന് ഞാൻ 1 രൂപ പോലും എടുത്തിട്ടില്ല
ചെയ്തിട്ടില്ല, നിൻ്റേതായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ചിലവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതുവരെ ഉണ്ടായ കടങ്ങളെല്ലാം വീട്ടിയത് നീ തന്ന ആ സ്വർണം വിറ്റത് കൊണ്ട് മാത്രമാണ്. നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഓരോന്നും ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അതിന് നിൻ്റെ പൈസയൊന്നും വാങ്ങില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ നിൻ്റെ സ്വർണം വിറ്റിട്ട് ആ പൈസ കൊണ്ട് കടം വീട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ, ആ മതി അമ്മൽ, നീ എന്നെ വല്ലാതെ അങ്ങ് പറ്റിക്കാനൊന്നും നോക്കണ്ട. നിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പൊട്ടത്തരം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അമലിനെ കുറ്റപ്പെടുത്തേണ്ട. അപ്പോൾ അമൽ മനസ്സിലിങ്ങനെ ദേഷ്യത്തോടു കൂടി ശിവാനിയെ അങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ അനുഭവിക്കാൻ പോകുന്നുള്ളോടി. നീ എന്നെ പറ്റിച്ചതിന് നിനക്ക് ഞാൻ ഇഞ്ചിഞ്ചായി നിന്നോട് പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശിവാനിയെക്കുറിച്ച് മനസ്സിൽ അമൽ കരുതാണ്. അങ്ങനെ ശിവാനിയും അമലും സ്വർണം എടുത്തുകൊണ്ട് വീണ്ടും അങ്ങ് പോവുകയാണ് കേട്ടോ. ആ പണയം വെക്കാനോ വിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നും കരുതിയിട്ട് അവർ പോവാണ്. എന്നിട്ട് വേണം ബോളിവുഡിലെ ഡയറക്ടറെ പോയി കാണാൻ എന്നൊക്കെ പറഞ്ഞ് അമൽ അങ്ങ് നുണ പറഞ്ഞു ശിവാനിയെയും കൂട്ടി ബൈക്കിൽ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ബൈക്ക് അങ്ങ് ശിവാനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അമലിനോട് അങ്ങ് ചൂടാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ വാക്കുകളൊക്കെ വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ വന്നതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പൊട്ടത്തരം. എനിക്ക് ഗൗതമിനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ആ കോടീശ്വരൻ്റെ കൂടെ ജീവിച്ചാൽ മതിയായിരുന്നു. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ആ കല്യാണം വേണ്ട എന്നും വെച്ച് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കതിൽ കുറ്റബോധം തോന്നുന്നു. എനിക്ക് സന്തോഷത്തോടു കൂടി അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇനി എൻ്റെ ജന്മത്തിൽ, ഈ ഒരു ജന്മത്തിൽ എനിക്കുണ്ടോ അതുപോലെ ഒരു പൈസയുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുക? ഇതെല്ലാം നശിപ്പിച്ചത് നീയാണ് അമൽ. നിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഇപ്പോൾ ഹിന്ദി ഡയറക്ടറുമായിട്ട് സിനിമയിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് മോഹൻ തന്നിട്ട് ഇപ്പോൾ അതും ഗൗതവുമായിട്ടുള്ള കല്യാണവും നടന്നില്ല. എല്ലാം കുളമായി, എല്ലാം നീ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് അമലിനെ കുറ്റപ്പെടുത്താണ്ട്. അങ്ങനെ അമൽ പറയുന്നുണ്ട്, ശിവാനി നീ ഒന്ന് അടങ്ങ്. ഞാൻ നിന്നെ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. അതിന് നീ ഒന്ന് ക്ഷമിക്ക്. നീ വിചാരിക്കുന്നത് പോലെയല്ല, പെട്ടെന്നൊന്നും പോവാൻ പറ്റില്ലല്ലോ. നമ്മളെ ഇപ്പോൾ പോലീസുകാരൊക്കെ തിരഞ്ഞു നടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് നിന്റെ ഗൗതമിൻ്റെ വീട്ടിലുള്ളവർ പരാതിയും കൊടുത്തിട്ടുണ്ടാവും. കാരണം നീ 100 പവൻ സ്വർണങ്ങളുമായിട്ടാണ് അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത്. അവരുടെ സ്വർണമാണെന്ന് കൂടി നീ ഓർക്കണം. അതുകൊണ്ട് നിന്നെ ഇപ്പോൾ പോലീസുകാർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ജയിലിലാക്കുകയാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നിനക്ക് ഒരിക്കലും പിന്നെ സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും തന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അമൽ ശിവാനി അങ്ങ് പേടിപ്പെടുത്തുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ബൈക്ക് ഉന്തിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോയോണ്ടിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് രേണുകയെ അങ്ങ് കാണുകയാണ്. എൻ്റെ അമ്മയല്ലേ അത് എന്നങ്ങ് ശിവാനി അമലിനോട് പറയാൻ കേട്ടോ. അപ്പോൾ ശിവാനിക്ക് രേണുകയെ കണ്ടതോടുകൂടി എൻ്റെ അമ്മ എന്നങ്ങ് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് രേണുകയുടെ അടുത്തേക്ക്. അപ്പോൾ അമൽ ശിവാനിയെ തടയാൻ നോക്കുന്നുണ്ട് കേട്ടോ. നീ പൊട്ടത്തരം കാട്ടില്ലേ, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഇപ്പോൾ പോകാൻ പാടില്ല. നിൻ്റെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും, പിന്നെ എല്ലാ പ്ലാനുകളും നശിക്കും. നീ അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അമൽ ശിവാനിയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശിവാനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നേരെ രേണുകയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.